എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് ആയിഷ ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തിനാണ് പോലീസ് ഒന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോയെന്നുള്ളൊരു കാര്യം അടക്കം ആയിഷ കഴിഞ്ഞ ദിവസം ഒരു ലൈവായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷേ ഈ ഒരു ആയിഷ ആരാണെന്ന് അറിയാത്തവരുണ്ടായിരിക്കാം, ഇവരുടെ ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് കവർ ചെയ്തതിന് ശേഷം ഇപ്പം നടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ ഭർത്താവായിട്ടുള്ള അലിയുടെ വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിഷയും ഈ ഒരു അലിയും തമ്മിൽ കുറച്ച് 2 വർഷത്തോളമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. ഡിവോഴ്സ് ഒന്നും ഒഫീഷ്യലി ആയിട്ടില്ല. പക്ഷേ ഇതേ സമയത്തുണ്ടെങ്കിൽ ഭർത്താവായിട്ടുള്ള അലി മറ്റൊരു വിവാഹം കഴിക്കുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ആയിഷയുണ്ടെങ്കിൽ ഒരു സമരം എന്നുള്ള രീതിയിൽ അലിയുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് അലിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇതേ കണക്ക് സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2013 ഈ ഒരു ആയിഷ അലിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ കല്യാണം കഴിഞ്ഞു, പ്രേമ വിവാഹമായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇവർ ഏകദേശം 2022 വരെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ വേർപിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആയിഷ പറയുന്നത്. ഈ ഒരു കാലഘട്ടങ്ങളിലെല്ലാം ഈ ഒരു ആയിഷയ്ക്ക് ഉണ്ടെങ്കിൽ അലിയിൽ നിന്നും ഭയങ്കര മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതും, അതിൻ്റെ പേരിൽ പല പ്രാവശ്യം പോലീസുമായിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ വന്ന് ഇടപെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് 2 പേർക്കും ഒരു മോളും കൂടിയുണ്ട്. മോളിപ്പം 8 വയസ്സ് ഏതാണ്ടാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആയതിന് ശേഷം ഉണ്ടെങ്കിൽ ഗൾഫിൽ എന്തോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മോളുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കേസിൻ്റെയൊക്കെ ആവശ്യമായിട്ട് ആയിഷ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അലി ഉണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചു എന്നുള്ളൊരു വാർത്ത അറിയുന്നതും, അതിന് പിന്നാലെ അത് ഒഫീഷ്യലി ഡിവോഴ്സ് പോലും ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഡിവോഴ്സ് ആവാതെ മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞതും ഈ ഒരു ആയിഷയുണ്ടെങ്കിൽ ഇതിനെതിരെ സമരത്തിന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുന്നത്, അതിനെല്ലാവരും കൂട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കും എൻ്റെ മോളുടെയും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുടുംബക്കാരിൽ നിന്ന് ഏകദേശം 100ഓളം പവനുണ്ടെങ്കിൽ ഈ ഒരു കല്യാണ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു അലി തന്നെ ഉപയോഗിച്ചതാണ്. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു പണവും അതുപോലെ തന്നെ അത്രയും സ്വർണം തിരിച്ചു തരണം, അല്ലെങ്കിൽ ആ സ്വർണത്തിനുള്ള പണവും തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിലാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അലിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് സമരം ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവരും കൂടെ നിന്നുകൊണ്ടാണ് ആ ഒരു കല്യാണം നടത്തിയെന്നാണ് ഈ ഒരു ആയിഷയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആയിഷയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് സമയത്ത് തന്നെ ഈ ഒരു അലിയുടെ അച്ഛനൊന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അലിയെ കൊണ്ടിങ്ങനെ കല്യാണം കഴിപ്പിച്ചത്. അത് ഒഫീഷ്യലി ഡിവോഴ്സൊന്നും ആയിട്ടില്ല. ആയിഷ പറഞ്ഞൊരു കാര്യം, ഇപ്പം ആ ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവിക്കാം, അതിന് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ വേർപിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീട്ടുകാർ തന്ന ആ സ്വർണം, അതിൻ്റെ പണമൊക്കെ എനിക്ക് തിരിച്ചു തരണം. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുട്ടിയുടെ കാര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും നോക്കാതെ ഒഫീഷ്യലി ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോരാടുന്നത്. ഇതുപോലെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ആദ്യമേ സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് മീഡിയാസിനെ അടുപ്പിക്കാം, അവരായിട്ട് ഇതിനെക്കുറിച്ചൊരു സപ്പോർട്ട് ചോദിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ച് മീഡിയാസിൻ്റെ അടുത്ത് സപ്പോർട്ട് ചോദിച്ചതും, ഈ ഒരു വീഡിയോസൊക്കെ പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ഇതേ കണക്ക് ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചൊക്കെ പോകുന്നവരൊക്കെ, ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊരു നീതി വേണം. അലി ഉണ്ടെങ്കിൽ ഈ ഒരു എനിക്ക് കിട്ടാനുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ തിരിച്ചു തരണം. അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കണം. കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തരണം, ചിലവിനൊക്കെ തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സത്യം തന്നെയാണ്. ആയിഷ പറഞ്ഞതിലൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഇതിന് ശേഷം അലിയുടെ റെസ്പോൺസ് എന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബേഴ്സും ഈ ഒരു അലിയെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു അലി എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അലി വേറെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ആയിഷയെ കല്യാണം കഴിച്ചതിന് ശേഷമുണ്ടെങ്കിൽ അലിയുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അലിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അലി ഉണ്ടെങ്കിൽ ആയിഷയും കൊണ്ട് വേറൊരു മംഗലാപുരത്തേക്കാണ് മാറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടെങ്കിൽ അവർ വർഷങ്ങളായിട്ട് ജീവിക്കുക, അതിൽ കുട്ടിയൊക്കെ ആവുകയും പിന്നെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അലി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണമൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ആയിഷ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനുണ്ടെങ്കിൽ ആയിഷയുടെ സ്വർണ്ണവും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പഠിച്ചതും കാര്യങ്ങളൊക്കെ ലോൺ എടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ഒരു ആയിഷയുടെ പണം കൊണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. അതൊക്കെ കള്ളമാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു എന്നാണ് സംസാരിച്ച യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു അലി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ആയിഷയാണ് തന്നെ ഉപേക്ഷിച്ച് പോയത്. താനുണ്ടെങ്കിൽ കുറേ നാളോളം ഈ ഒരു ആയിഷ തിരിച്ചു വരുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് പോലും ആയിഷ തന്നെ തിരിഞ്ഞു നോക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ആയിഷ പറയുന്നുണ്ട്, ഞാൻ കുട്ടിയുടെ കാര്യമൊന്നും നോക്കുന്നില്ല എന്നുള്ളത്. ഞാൻ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മാസം 10,000 രൂപയൊക്കെ വെച്ച് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അലി പറഞ്ഞെന്നും ആ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാം. ഞാനുണ്ടെങ്കിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചതെല്ലാം ലോണും എടുത്തിട്ടാണ്. അല്ലാതെ ആയിഷയുടെ ഒരു സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിഷയൊന്നും തിരിച്ചു വരാതിരുന്ന സമയത്ത് ഒട്ടും വരുന്ന സമയത്താണ് ഞാൻ മറ്റൊരു വിവാഹവുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു കാര്യം കൂടി അലി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അലി പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുണ്ടെങ്കിൽ അങ്ങ് കുറേ നാൾ വന്നില്ല എന്ന് പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് എന്തുമാത്രം യോജിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കത് ഒട്ടും തീരെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ഇതേ കണക്ക് സ്വർണ്ണമൊന്നും കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനോടും നമുക്ക് ഫുള്ളായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലോൺ മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ കള്ളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. അതെന്തായാലും ആയിഷ അത് മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ വിധിയും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ എന്തായാലും അലി ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേന് അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലും മറ്റ് ഈ ഒരു മുസ്ലിംസിൻ്റെ ആ ഒരു കമ്മിറ്റി കാര്യങ്ങളിലൊക്കെ അവരെ എല്ലാം സമീപിച്ചിട്ട് പോലും അവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ആയിഷ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അലിയുടെ വീട്ടുകാരുണ്ടെങ്കിൽ തനിക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളതാണ്. ആയിഷ ഉണ്ടെങ്കിൽ അലിയുടെ വീടിൻ്റെ മുമ്പിലൊക്കെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാർക്ക് ഇവരെ മാറ്റണം, ഈ ഒരു ആയിഷ മാറ്റണം എന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത്. ഇതേ കണക്ക് ആയിഷ ഇവിടെ സേഫ് അല്ല, തർക്കവും കാര്യങ്ങളൊക്കെ ഉള്ള വീടല്ലേ, അപ്പോൾ ഇവിടെ സേഫ് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്നിട്ട് ആയിഷ എടുത്തത് കാര്യങ്ങൾ പറയുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ട്രെസ്പാസിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരു രീതിയിൽ കേസ് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു ട്രെസ്പാസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കേസ് ഈ ആയിഷയ്ക്കെതിരെ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. കാരണം വീട്ടിൽ കയറാം എന്നുള്ള ഓർഡർ ആയിഷയ്ക്കുണ്ട്. അപ്പോഴത്തേനും അതിലെന്തെങ്കിലും കടന്നു കയറി എന്നൊന്നും പറഞ്ഞ് എടുക്കാനൊന്നും പറ്റത്തൊന്നും തോന്നുന്നില്ല. എന്തായാലും ആയിഷ ആ ഒരു സമയത്ത് പോലീസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന വോയിസും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ വീട്ടുകാരാണ് ഇത് കണക്ക് കൊടുത്തതെന്നുള്ളതും ഈ അലി എന്തോ നാളെ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താനുണ്ടെങ്കിൽ തനിക്ക് കിട്ടുന്ന നീതിക്ക് വേണ്ടി മാക്സിമം പോരാടും, എന്തൊക്കെ ആരൊക്കെ തനിക്കെതിരെ നിന്നാലും ഇതിന് വേണ്ടിയിട്ട് താൻ പോരാടും എന്നുള്ളൊരു കാര്യം കൂടി ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ആരും എനിക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ മുമ്പോട്ട് പോകുന്നത് എൻ്റെ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് കിട്ടേണ്ട സ്വർണ്ണവും അതുപോലെ തന്നെ പണവും ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാണ്. അതെനിക്ക് തിരിച്ച് കിട്ടണം. അവർ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ അതൊന്നും കുഴപ്പമില്ല. എന്നെ ഒഫീഷ്യലി ഡിവോഴ്സ് ചെയ്ത് ഈ കാര്യങ്ങൾ ലീഗലി നടക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തു. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഡിവോഴ്സ് ചെയ്യാതെ ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കുറേ കൂടി നന്നായി. ഇനി തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ പോലും. ഈ ഒരു വിഷയത്തിൽ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിൽ മെയിനായിട്ട് ആ ഒരു ബുദ്ധിമുട്ടാൻ പോകുന്ന ആ ഒരു കുട്ടിയാണ്. ഈ ഒരു കുട്ടി എന്തുമാത്രം ഈ ഒരു കാലഘട്ടത്തിന്
അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നു, അമ്മയ്ക്കാണെങ്കിൽ ഇതിൻ്റെ പിറകെ നടക്കുന്നു. ഈ ഒരു സമയത്ത് മോളുടെ കാര്യം നോക്കുന്നതൊക്കെ ആരാണെന്ന് അറിയാൻ വയ്യ. ഇനിയിപ്പോൾ ആയിഷയുടെ വീട്ടുകാർ നോക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ പോലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് അലിയടുത്ത് ഇത് വീഡിയോ കാണുകയാണെങ്കിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയോ എല്ലാം ചെയ്യുക. ഈ ഒരു ആയിഷയ്ക്കും ആ ഒരു കുട്ടിക്കും എന്താണോ ചെയ്തു കൊടുക്കാനുള്ളത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇതേ കണക്ക് വാശി പിടിച്ച് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലും ഈ ഒരു ആയിഷയുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു ആയിഷ എന്തിനാണ് ഈ ഒരു അലിയുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടിൻ്റെ മുമ്പിൽ വന്ന് സമരം ചെയ്യുന്നത്, അലിയുടെ വീട്ടിൽ പോയി സമരം ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇവർ ആയിഷ വിശ്വസിക്കുന്ന ഈ ഒരു അലിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ഈ ഒരു അലിയുടെ അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ അവിടെ പോയാൽ നീതി കിട്ടുമോ എന്നുള്ളതായിരിക്കാം. പിന്നെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലി തന്നെ നേരത്തെ പറഞ്ഞത് അലി ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയായിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അതെന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആയിഷയുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ആയിഷയ്ക്ക് നീതി കിട്ടട്ടെ എന്നുള്ളൊരു കാര്യമാണ്. ഇതുപോലെ കുറേയധികം സ്ത്രീകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ആയിഷ ഇത് കണക്കൊരു സമരത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം ആയിഷയ്ക്ക് കിട്ടേണ്ട നീതി ഉണ്ടെങ്കിൽ കിട്ടണം. ആയിഷ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്ന രീതി നമുക്കൊന്നും തോന്നില്ല. അവർക്ക് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു വിവാഹം കഴിക്കുന്നതിനൊന്നും എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ആയിഷ പറയുന്നത് എനിക്ക് കിട്ടാനുള്ള നീതി കിട്ടണം, അത് മെയിനായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയും കാര്യങ്ങളും തിരിച്ചു തരണം എന്നുള്ളതാണ്. അതിനുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമില്ല. അത് അലിക്ക് തിരിച്ചു കൊടുത്തിട്ട് മറ്റൊരു വിവാഹ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പകരം ഇതേ കണക്കൊരു വാശി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ചിലപ്പം നിങ്ങൾ അലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് അലിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതേപോലെ തന്നെ ആയിഷയുടെ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അല്ല മാന്യമായിട്ടുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, അത് ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു.